seen yourself lately? I swear I fall a little more for you every day. You could be dressed up or dressed down. Either way, you're beautiful to me. Girl, I drown just looking in your blue eyes. They always take my breath, staring back at mine. But those ain't the reasons. You're the only one for me. It's the way we talk all night till 3. You call your mom 10 times a week. The way you dance like no one's in the room. And girl, I love the way you laugh at everything. I take your heart over anything. If you ask me why I fell, well, here's the truth. It's because of you. Dress on you is dangerous. And when you smile, heads turn like you're famous. You know I love it all, but if you wanna know what I love the most, it's the way we talk all night till 3. You call your mom 10 times a week. The way you dance like no one's in the room. And girl, I love the way you laugh at everything. I take your heart. If you ask me why I fell, well, here's the truth. Well, it's because of you. Oh no, it's because of you. You know I love it all, but if you wanna know what I love the most, it's the way we talk all night till 3. You call your mom 10 times a week. The way you dance like no one's in the room. And girl, I love the way you laugh at everything. I take your heart over anything. If you ask me why I fell, well, here's the truth. It's because of you. It's because of you. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. Let
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിളിച്ചുവല്ലോ സ്വർഗീയ ഫലങ്ങളാൽ ഇവരും വരെ സമനരാക്കി അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃപരമായി ജീവിക്കുന്ന കുടുംബത്തിനൊപ്പം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് മനുഷ്യകുലത്തിന് നന്മയ്ക്കും വേണ്ടി ഏകദാശയുടെ പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജലത്തെയും മൃഗത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. വിദ്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്റെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു നിൽക്കുന്ന മുന്തിരിവള്ളിയായും നിന്റെ മക്കൾ മേശിച്ചും സൈത്തമുളകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാവട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. ഇതുകൊണ്ടെന്നാലും എല്ലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ ലോകത്തിന്റെ പ്രകാശമാകും എന്നെ അനുഗമിക്കുന്ന അനന്തകാലത്ത് നടക്കുകയില്ല എന്ന് വിശ്വസിക്കുക. നമുക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. വിശുദ്ധരിൽ സമൃദ്ധരായി വസിക്കുന്ന പരിശുദ്ധ സ്തുത്രകരം ഫലവാനും അവർത്തനമായ കർത്താവേ, ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിങ്ങൾ വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ കിങ്ങിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസാന്നിധ്യ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുശരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ
മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരാകുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുകയും സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്ക് എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യൂ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്തുകൊണ്ട് ചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകൻ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വെള്ളമൊന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ ആഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കുടുംബമാകുന്ന പീഠത്തിൽ നിന്ന് കത്തിയെരിയുവാൻ തീരുമാനമെടുത്ത ജോസ്പോൾ, ജോസ്മി ഈ പീഠത്തിൽ നിന്ന് കത്തിയെരിയുവാനായിട്ട് ഇവരെ പ്രാപ്തരാക്കി തീർത്ത ഇവരുടെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ ഈ വിവാഹ ആശീർവാദത്തിന് പങ്കുചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ ഭാവി ജീവിതത്തിന് ആശംസകൾ നേരാനും ആയിരിക്കുന്ന വൈദിക സഹോദരങ്ങളെ, മറ്റ് വ്യക്തികളെ, ദൈവം സ്ഥാപിച്ച് സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹ കൂടാരമാണ് ഈ ഭൂമുഖത്തെ കുടുംബം എന്നുള്ള വ്യവസ്ഥിതി. നമ്മൾ ബൈബിളിൻ്റെ ആദ്യ ഏടുകളിൽ തന്നെ വായിക്കുക ഇപ്രകാരമാണ്: ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു, സന്താനപുഷ്ടി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ദൈവം ആശീർവദിക്കുന്നതാണ് ആദ്യ പുസ്തകമായിട്ടുള്ള ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഏടുകളിൽ തന്നെ എഴുതിയിരിക്കുക. പഴയ നിയമത്തിൻ്റെ അവസാനത്തെ പുസ്തകമായിട്ടുള്ള മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ വചനം പറയുക: ഒരേ ശരീരമായും ഒരേ ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുക,
സ്ത്രീയും പുരുഷനെയും ദൈവഭക്തരായ മക്കളെ അല്ലാതെ എന്താണ് ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാണ് എഴുതിയിരിക്കുക. വീണ്ടും നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം, കുടുംബങ്ങളുടെ യഥാർത്ഥ രൂപമായിട്ടുള്ള ഔസേപിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ദൈവം ഇടപെടുമ്പോൾ പറയുക, ഔസേപിതാവ് ശങ്കാകുലനായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നത് പ്രകാരമാണ്, മേരിയെ നീ ഭാര്യയായി സ്വീകരിക്കുക, മേരിയെ നീ ഭാര്യയായി സ്വീകരിക്കുക. അവളിൽ നിന്ന് ഉണ്ടാകുന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളത് ആണ് എന്ന് വ്യക്തമാക്കുമ്പോൾ കുടുംബത്തിന്റെ 2 നന്മകളെ കുറിച്ചാണ് പറയുക. ഒന്ന്, വ്യക്തിയാന്തര ബന്ധങ്ങളുടെ കൂട്ടായ്മയാണ് കുടുംബം. ജോസ്പോളും ജോസ്മിയും ഇന്നേ ദിവസം ഒന്നാകലിന്റെ ഈ ഉദാശ സ്വീകരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഒരുമയാണ് ദൈവം പ്രതീക്ഷിക്കുക. അതിന് നമുക്കറിയാം, ക്രിസ്തു സ്നേഹത്തിൽ നിങ്ങൾ ഒന്നുചേരട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തു സ്നേഹത്തെക്കുറിച്ച് പൗലോസ്ലീഹ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വചനം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: താഴ്മയോടെ മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് കരുതുന്ന ക്രിസ്തുവിന്റെ മനോഭാവമായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാ വ്യക്തിബന്ധങ്ങളിലും പുലരേണ്ടതെന്നാണ്. വ്യക്തിബന്ധങ്ങൾ സുദൃഢമാകണമെങ്കിൽ ഞങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി 3 കാര്യങ്ങളാണ് ദൈവം നൽകിയതായിട്ട് പറയുക. ഒന്ന്, വ്യക്തികളുടെ പ്രത്യേകത, ഒന്ന് കുറവുകളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറവുകൾ സഹിക്കുക, അത് കണ്ട് വിസ്മയിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം കുറവുകളില്ലാത്തവരില്ല. 2, വിശുദ്ധ പറയുക, വിശുദ്ധയ്ക്ക് ദൈവം നൽകിയ സ്നേഹത്തിന്റെ ലക്ഷണം പറയുക. ഏറ്റവും നിസ്സാരമായിട്ടുള്ള നന്മകൾ പോലും വ്യക്തികളിൽ കാണുമ്പോൾ അതിൽ ഉത്കർഷം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അത് സന്തോഷിക്കുക, അത് നമുക്ക് കൂടി നൽകപ്പെട്ടിട്ടുള്ളതാണ്. അത് മറ്റുള്ളവരോട് എടുത്തു പറയാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വ്യക്തികളുടെ നന്മയാണ് ഭൂമുഖത്തിന്റെ അലങ്കാരവും അനുഗ്രഹവും. അതുകൊണ്ട് തന്നെ വ്യക്തിബന്ധങ്ങളിൽ സുദൃഢത വരുവാൻ ഈ ക്രിസ്തു സ്നേഹത്തിലെ വ്യക്തികളെ ശ്രേഷ്ഠനായിട്ട് കരുതുന്ന ആ മനോഭാവം നിങ്ങളുടെ ജീവിത ബന്ധങ്ങളിൽ പുലരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. 2ാമത് നമുക്കറിയാം, അത് ദൈവത്തിന്റെ വരദാനമാണ്. മക്കളെ നൽകി അനുഗ്രഹിക്കുവാൻ കുടുംബ വ്യവസ്ഥിതിയിൽ നിന്ന് ദൈവം നൽകിയിരിക്കുന്ന 2ാമത്തെ കടമയാണ് മക്കളെയും ഭൂമുഖത്തിൽ നൽകി അനുഗ്രഹിക്കാൻ, കൃപ നൽകുക എന്നുള്ളത്. അത് നമുക്ക് ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാലഘട്ടം നമുക്കറിയാം, ഒത്തിരിയേറെ വൈകൃതങ്ങൾ നിറഞ്ഞ അവസ്ഥകളാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. 1999-94 അന്താരാഷ്ട്ര സംഘടനയായ ഐക്യരാഷ്ട്ര സംഘടനയും കത്തോലിക്ക സഭയും ഒന്നുചേർന്ന് കുടുംബവർഷം ആചരിച്ച ആ ദിനങ്ങളിൽ തന്നെ ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു സിനിമ ഇറങ്ങി, സൈന്യം എന്ന് പറയുന്ന ഒരു സിനിമ. അതില് വ്യോമയാന ട്രെയിനികളായിട്ടുള്ള വിമാനം പറപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ച് ഒന്നുചേർന്ന് അവര് ഉല്ലസിച്ച് പാടുന്നൊരു ഗാനരംഗമുണ്ട്. നമുക്കറിയാം, 1994 ഇറങ്ങിയ സൈന്യം എന്ന സിനിമയിലെ ആദ്യത്തെ ഒരു സ്റ്റാൻസ് ഞാൻ വേണമെങ്കിൽ പാടാം. കള്ളക്കഥ ഇനി വേണ്ട, വേണ്ട കല്യാണങ്ങൾ വേണ്ട, പാറി നടക്കും പക്ഷികളൊന്നും വേളി കഴിക്കാറില്ല, കൂടെ ഉറങ്ങാൻ മാരേജ് ആക്റ്റും താലിയും ഒന്നും വേണ്ട, തൊട്ടില് വേണ്ട കുട്ടികൾ എന്തിന്, താരാട്ടിന് വേണ്ട, ഒട്ടുകഴിഞ്ഞു മടുത്താൽ പിന്നെ ഗുഡ് ബൈ ചൊല്ലി പിരിയാമെന്നാണ് ഒരു സ്റ്റാൻസ് പാടുന്നത്. നോക്കുക, കുടുംബ വ്യവസ്ഥിതിയെ, നമ്മുടെ ഭൂമുഖത്തിന്റെ നിലനിൽപ്പിനെ തന്നെ തകിടം മറിക്കേണ്ട അവസ്ഥാവിശേഷങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുക. തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പാത്രീഭൂതരായി തീരട്ടെ നിങ്ങളെന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് ഉദാശ വഴി പരസ്പരം ബന്ധിതരാകുന്നവരുടെ കുറിച്ച് മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അതിൽ പ്രകാരമാണ് ദൈവം പറഞ്ഞിരിക്കുന്ന പ്രവാചകനിലൂടെ. മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവനർപ്പിച്ച സ്വർഗീയ മണവാളൻ
പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായി നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായി പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജയിക്കുവാൻ നമുക്കെല്ലാവർക്കും അമ്മയെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആദിയിൽ പുരുഷന് ജീവസഖിയെ നൽകിയ ദൈവമേ അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശയോഗ്യതയുടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിയമവും തിരുസഭയുടെ നടപടികൾക്കനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടെ ജോസ്മിയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. ജോസ്മി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടെ ജോസ് പോളിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വളരെയേറെ ചേർത്ത് പിടിക്കുന്നു. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിപ്പിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ബന്ധിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആവരണത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും
ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ.
അച്ഛനും കുർബാന ചെലുത്തുന്ന നിശ്ചലനും ഇവിടെ സ്ഥിരീകരിക്കുന്ന എല്ലാ സഭയിലെയും അച്ഛന്മാർക്കും കൃത്യമായി CSTയിലെ ഒത്തിരി അച്ഛന്മാരുണ്ട് NCBSയിലെ അച്ഛന്മാർക്കും ഈശോ സഭയിലെ അച്ഛനും രൂപത്തിലും മറ്റു വേദിയിൽ വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്താൻ സാധിക്കാതെ മറ്റു വേദികൾ എല്ലാവർക്കും ഈ സമയം എൻ്റെ ഫാമിലിയുടെ പേരും ജോസ്ഫിയുടെ ഫാമിലിയുടെ പേരും നന്ദി പറയുന്നു. എല്ലാവർക്കും ഒത്തിരി നന്ദി. എൻ്റെ അവസാനമായിട്ട് എൻ്റെ ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു തന്ന ചേട്ടൻ അച്ഛൻ ജോസ് മോനും ഒത്തിരി നന്ദി I love you more than any storm.
me to the punch, boy. 3 little words that sum up the way you look at me, babe. Saying it right now, it's a little deeper. Just when I think I can, I love you more than any storm that's coming. Let the sky keep falling. Yeah, the world's got nothing on us. You won't scare me away, so bring on the rain. I love you more than any tide that's turning. Let the sun keep burning. No, it won't be perfect, but on the worst of our days, that's what I mean when I say I love you more. I look into your eyes and my heart starts dancing. Even when we fight, I can't stay mad, 'cause you make me laugh. And to this day it's nothing different. Not that it's a competition, but I love you more than any storm that's coming. Let the sky keep falling. Yeah, the world's got nothing on us. You won't scare me away, so bring on the rain. അങ്ങയുടെ മഹത്വത്തിലൂടെ ലോകം ഒന്ന് പ്രകാശിപ്പിക്കുവാനായിട്ട് ഇടവരുത്തണമേ. പരിശുദ്ധ അമ്മയെ മാതാവേ, അമ്മയുടെ നീല മേഘനീക്കുള്ളിൽ ഇവരെ സംരക്ഷിച്ച് കാത്തുകൊള്ളണമേ. ഇവിടെ കുടുംബത്തിലേക്ക്, ഇവരുടെ കുടുംബത്തിലേക്ക്, ഇവര് 2 കുടുംബങ്ങളൊന്നായിരിക്കുന്ന അവസ്ഥയിലേക്കാണ് ആയിരിക്കുന്നത്. ഈശോയെ ഈ 2 കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. കാവൽദൂതന്മാരെ അയച്ച് ഇവരുടെ കുടുംബങ്ങളെ സംരക്ഷണമായിട്ട് നിലകൊള്ളണമേ. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും.